ഈ കമ്പനിയുമായുള്ള കരാറ് നമ്മൾ റദ്ദാക്കുന്നത് ഏകപക്ഷീയമായി സർക്കാർ പിൻവാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുത്തിട്ടാണെന്നാണ് ഞാൻ ഇന്ന് വായിച്ചത്. എനിക്ക് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലാത്തതുകൊണ്ട് ഞാനതിനെ ആ നിലയ്ക്ക് എടുക്കുന്നില്ല. തെറ്റുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യാം, മറ്റാർക്ക് വേണമെങ്കിലും തിരുത്തുകയും ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് അങ്ങോട്ടൊരു, ഞാൻ മനസ്സിലാക്കിയ വിവരമനുസരിച്ചാണെങ്കിൽ അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുത്ത കരാർ റദ്ദാക്കുന്ന സമയത്ത് നമ്മൾ ഈ സമയത്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും എന്നൊരു ചിന്ത വേണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? ഇപ്പം നമ്മളൊരു 10 സെൻറ്റ് സ്ഥലം നമ്മുടെ കയ്യിലുള്ളത് വിറ്റാൽ നമുക്ക് തെരുവിലോട്ട് ഇറങ്ങി പോകാൻ പറ്റില്ലല്ലോ. പകരം പർച്ചേസ് ചെയ്യണമെങ്കിൽ നിലവിലുള്ള വില എത്രയാണ് നമ്മൾ അന്വേഷിക്കുമല്ലോ. അപ്പം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. തൊട്ടടുത്ത വർഷമാണ് ഈ 6 രൂപ 97 പൈസയ്ക്ക് വരെ നമുക്ക് ടെൻഡർ വിളിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. ആര്യാടൻ മുഹമ്മദിനെതിരെ അന്ന് രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പം ഈ ഇരുണ്ട കാലത്തിന് ആര്യാടൻ മുഹമ്മദിന്റെ ഫോട്ടോ വെച്ച്, ഇബ്രാഹിം കുഞ്ഞിന്റെ ഫോട്ടോ വെച്ച് തിരിച്ചു വരല്ലേ മകനെ, മരിച്ചുപോയ മനുഷ്യരെ കുറിച്ച് രാഷ്ട്രീയമായ ആരോപണം ഉന്നയിക്കാമെങ്കിൽ അന്ന് ആ ബുദ്ധിമുട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിന് പകരം ഇപ്പൊ 10 രൂപ 12 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പോവാ. ഇനി പോട്ടെ, ഈ 10 രൂപ 12 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത ലാഭവിഹിതത്തിലെ കുറവ് എന്ന് KCB വെക്കുവോ? ഈ 10 മുതൽ 12 ഞാൻ പറയാം. അതായത് 10 രൂപയ്ക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നു എന്ന് പറയുന്നത് അത് ഒരു അടിയന്തര സാഹചര്യത്തിൽ മാത്രമാണ്, അല്ലാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പോകുന്നുള്ളതല്ല. ഉള്ള കാലത്ത് കൊടുക്കാനാണെങ്കിൽ ഈ സംവിധാനം വേണ്ട. ഇലക്ട്രിസിറ്റി വകുപ്പിലേക്ക് മേലുദ്യോഗസ്ഥരുടെ ശമ്പളം കേട്ടാണ്ടല്ലോ, PR സുനിൽ ഞെട്ടും. വീട്ടിൽ വെക്കാത്ത AC 10 വെക്കാം വേണമെങ്കിൽ, ആ റേഞ്ച് ശമ്പളം കിട്ടുവാണെങ്കിൽ. അപ്പോൾ അതൊന്ന് ഞാൻ അവിടെ കൊണ്ടത് നിർത്തുകയുമാണ്. അപ്പോൾ ആ ശമ്പളം വാങ്ങി ഇതിന്റെ മേൽനോട്ട ചുമതലയും ഇതിന്റെ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്ന ആളുകൾക്ക് ചൂടുണ്ടായാൽ 40 ഡിഗ്രിക്ക് മുകളിൽ കേരളത്തിന് ചൂടുണ്ടാവുന്ന ആദ്യമായിട്ടാണോ? അല്ല, ആണോ? 2024 ഉണ്ടായിട്ടുണ്ട്. 2024 തന്നെ പറഞ്ഞാണ് ഇനി ചൂട് കൂടുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നതാണ്. അതെ, രാജ്യത്താകെ ഊർജ്ജ പ്രതിസന്ധി ഉണ്ട്. ബീഹാറിൽ 4 മുതൽ 7 മണിക്കൂർ വരെ ഉണ്ടാകുന്നത്. ഉത്തർപ്രദേശിൽ ഞാൻ പറഞ്ഞത് ഒരു ദിവസം ഒരു ഡ്രിപ്പ് ആവുന്നു. കുറച്ച് ദിവസമായി തുടരുന്ന പ്രതിഭാസമാണ് അത്. കൃത്യം രാത്രിയാവുമ്പോൾ ഇത് തുടരുമെന്നോ ഒരു ലോഡ് ഷെഡിംഗ് ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടെന്നോ സർക്കാരോ KCB ഇതുവരെ പറഞ്ഞിട്ടില്ല.